എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വെജിറ്റേറിയൻകാരുടെ ഹൈ പ്രോട്ടീനെ പറ്റിയാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻകാരുടെ ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് സോയാബീൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം സോയാബീൻ കഴിക്കുമ്പോൾ ഒരുപാട് പ്രോട്ടീൻ കിട്ടും. എന്തിനാ ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് അത്രയും ഒരു പ്രോട്ടീൻ സോയാബീന് കിട്ടുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോയാബീൻ എന്ന് പറയുമ്പോൾ അത് വെജുകാരുടെ ചിക്കൻ എന്നാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ സോയാബീൻ ആണോ കഴിക്കുന്നത് അതോ സോയ ചങ്ക്സ് ആണോ കഴിക്കുന്നത്? ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഡിഫറൻസ് കേട്ടോ. അപ്പോൾ നിങ്ങളും ആദ്യം ഒന്ന് ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, ചിലരൊന്ന് ഡൗട്ട് അടിച്ച് കാണും, അതാണ് എന്താണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇതാണ് നമ്മുടെ സോയാബീൻ എന്ന് പറയുന്നത്. പയറ് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ചെറുപയറിൻ്റെയൊക്കെ കുറച്ച് വലിയ സൈസിൽ ഒരു സാൻഡൽ കളറിലിരിക്കുന്നതാണ് സോയാബീൻ. ഈ കാണുന്നതാണ് സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ബോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതിലേതാണ് ന്യൂട്രിയൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഇതിലേതാണ് ന്യൂട്രിയൻസ് ഇല്ലാത്തത്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? സോ ഇത് ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും എടുക്കാം, രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു പടി മുകളിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് സോയാബീൻ തന്നെയാണ്. എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഏത് ധാന്യവർഗ്ഗമായാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം അതിൻ്റെ ഹോൾ ഗ്രെയിൻ ആയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ഒരു തരി ന്യൂട്രിയൻസ് പോലും മിസ്സാവാതെ എല്ലാം കിട്ടുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ സോയാബീനാണ്. ഓക്കെ, അപ്പോൾ സോയാബീൻ എന്ന് പറയുന്നത് നല്ല ഫാറ്റ് ഉണ്ട്, നല്ല പ്രോട്ടീൻ ഉണ്ട്, ഹൈ ഫൈബർ ഉണ്ട്. നമ്മൾ നോർമൽ ഒരു നോൺ വെജ് കഴിക്കുമ്പോൾ കിട്ടുന്ന എല്ലാം തന്നെ അത്രയും പ്രോട്ടീൻ തന്നെ നമുക്ക് സോയാബീൻ കിട്ടും. അപ്പോൾ എന്താണ് ഡിഫറൻസ് സോയാബീനിലോട്ട് വരുമ്പോൾ, സോയ ചങ്ക്സിലോട്ട് വരുമ്പോൾ? സോയ ചങ്ക്സ് എന്ന് പറയുന്നത് ഈ സോയാബീൻ ഉണ്ടല്ലോ, അതിനെ നല്ല പ്രോസസ്സ് ചെയ്ത്, മീൻസ് അതിനെ നമ്മുടെ ഇപ്പോൾ മെഷീൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അരച്ച് അതിൽ ഓയിൽ കണ്ടന്റിനെ മാറ്റിയിട്ട് ബാക്കി വരുന്ന സാധനമാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു, ഇപ്പോൾ നമുക്ക് ഓയിൽ നമ്മൾ മാറ്റിയിട്ട് വരുന്നതിന് കുറച്ച് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് ബോളാക്കി ആ ഒരു ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് സോയ ചങ്ക്സ്. സോ അതിൽ ഫൈബർ ഉണ്ട്, ഇല്ല എന്നല്ല, ഫൈബർ ഉണ്ട്. പ്രോട്ടീനും സോയാബീനിനേക്കാളും കുറച്ച് കുറവാണ് ഇതിൽ, അല്ലാതെ അത്രയും ഒരുപാട് കുറവെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി അതിനേക്കാളും കുറവാണ്. ഇനി ഇത് ആരൊക്കെയാണ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ വെയിറ്റ് ലോസ് കാര്യമായിരിക്കും, എനിക്ക് സോയ ചങ്ക്സ് കഴിക്കാമോ? അഫ്കോഴ്സ് വെയിറ്റ് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് സോയ ചങ്ക്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളും സോയാബീൻ കഴിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാലും സോയ ചങ്ക്സ് കഴിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നല്ല കൊളസ്ട്രോൾ ആണ്, മീൻസ് ഒരു ട്രൈഗ്ലിസറൈഡ്, മീൻസ് TRG അല്ലെങ്കിൽ LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ചീത്ത കൊളസ്ട്രോൾ കേട്ടോ. ഇതൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ വെജുകാരാണ്, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, ഇപ്പോൾ ആഴ്ചയിൽ ഒരു 4 ദിവസവും സോയാബീൻ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സോയ ചങ്ക്സ് എടുക്കാം. കാരണം അതിൽ ഓയിൽ മാറ്റിയിട്ടാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. ഇനി സോയാബീൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാറ്റഗറിക്കാർക്കും തന്നെ എടുക്കാം, ആർക്കും എടുത്തുകൂടാ എന്നില്ല. ഈ പറയുന്ന ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ ബോഡിയിൽ കൂടുതലുള്ളവർക്ക് മാത്രം, ഞാൻ ഈ പറഞ്ഞത് എടുത്തു പറയുന്നത് കൊളസ്ട്രോളുകാരുടെ കാര്യമാണ് കേട്ടോ. വെയിറ്റ് ലോസിനും ഞാൻ അത് കഴിക്കരുത്, ഉറപ്പായിട്ടും അത് തന്നെയാണ് കഴിക്കേണ്ടത്. സോ ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ സോയാബീൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? നമ്മൾ ഇപ്പോൾ നോർമൽ പറയുമ്പോൾ നമ്മുടെ രാവിലത്തെ പ്ലേറ്റിൽ ഒരു പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, ഉച്ചത്തെ പ്ലേറ്റിൽ ഒരു പ്രോട്ടീൻ, രാത്രിയത്തെ നമ്മളെ മീൽ പ്ലേറ്റിലെ അതിലൊരു പ്രോട്ടീൻ വേണം. സോ ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ പറയുന്നത്. ഇതിൽ വെജുകാരുടെ കാര്യം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് യൂസ് ചെയ്യാം, ഡിന്നറായിട്ട് യൂസ് ചെയ്യാം, രാവിലെ യൂസ് ചെയ്യാം, ഇടസമയത്ത് യൂസ് ചെയ്യാം, എനി ടൈം യൂസ് ചെയ്യാം. ഒരിക്കലും നമുക്ക് ഇന്ന ടൈം മാത്രം ഇത് യൂസ് ചെയ്യാവൂ അങ്ങനെയില്ല കേട്ടോ. നമുക്ക് ഏത് ടൈം യൂസ് ചെയ്യാം. വെയിറ്റ് ലോസുകാർക്കും സെയിം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇടസമയത്ത് സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ സോയാബീൻ സ്പ്രൗട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓഫ്കോഴ്സ് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്കതിൻ്റെ ഫൈബറും നന്നായിട്ട് അരട്ടിക്കും, അതിൻ്റെ പ്രോട്ടീനും നന്നായിട്ട് അരട്ടിക്കും. സോ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഈ ചിലർക്ക് ഇത് മാത്രം ബോയിൽ ചെയ്ത് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മാത്രം കറി വെച്ച് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞവരുണ്ട് കേട്ടോ. എൻ്റെ ക്ലയൻസ് തന്നെ കുറച്ച് പേര് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് വെക്കാം. എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയണം, നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നമുക്ക് ചെറുപയർ, നമ്മുടെ ഒരു വേറെ ഏതെങ്കിലും ഇപ്പോൾ വെണ്ടയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഐറ്റംസോ അല്ലെങ്കിൽ ഈ പറയുന്ന സോയാബീനോ ചേർത്തിട്ട് നമുക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം. ഇല്ല നമ്മൾ കടലക്കറി ഉണ്ടാക്കില്ലേ, നോർമൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉണ്ടാക്കുന്നത്, അതിൽ നമ്മുടെ കടലക്കറിയുടെ കൂടെ മെയിൻ ചിപ്പിയ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോയാബീൻ എടുക്കാം. ഓക്കെ,
സോ ഏതിൻ്റെങ്കിലും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഈ സോയാബീനിൻ്റെ മാത്രം ടേസ്റ്റ് അങ്ങനെ വല്ല ബോറുള്ള ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, വളരെ വെരി ഗുഡ് ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ചിലർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ളവർ ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെ ചേർത്തെടുക്കുക. സോ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ സോയാബീൻ തന്നെയാണ് ബെസ്റ്റ്. എന്നാൽ മറ്റതിൽ കുറച്ചുകൂടെ ഫൈബർ കണ്ടന്റ് ഉണ്ട്, ഓയിൽ കുറവാണ്. ഇതിൽ ഹോൾ ഗ്രെയിൻ ആണ്. ഹോൾ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. സോ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സോയാബീൻ തന്നെ കൊടുക്കണം കേട്ടോ. സോയ ചങ്ക്സ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനും അവർക്കും ആ ഗുഡ് ഫാറ്റ് വേണമല്ലോ. സോ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹൈ കൊളസ്ട്രോളും അങ്ങനത്തെ ഒരു കാറ്റഗറിക്കാർ മാത്രമാണ് സോയ ചങ്ക്സ് നിങ്ങൾക്ക് എടുക്കാം. കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ സോയാബീൻ തന്നെ എല്ലാവരും ഇപ്പോൾ വീട്ടിലെല്ലാവരും കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ സ്പ്രൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സോയാബീൻ മാത്രം പുഴുങ്ങി കഴിച്ചാലും ചിലർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ മിക്സഡ് ആയിട്ട് പൾസസ് പുഴുങ്ങി കഴിക്കുക, ലൈക്ക് ചാട്ട് പോലെ. അപ്പം നമ്മൾ ചാട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കിപ്പോൾ ഈ ചിപ്പി ഉണ്ടല്ലോ, കടലക്കറിയുടെ കടല, അത് വെച്ചിട്ട് മാത്രം ചിലർ ഉണ്ടാക്കും, ചാട്ട് പോലെ ഉണ്ടാക്കും. മീൻസ് അത് പുഴുങ്ങിയിട്ട് അതിൽ ഇപ്പോൾ സാലഡ് കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ലെമൺ ജ്യൂസ്, പെപ്പർ പൗഡർ, സോൾട്ട് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യും. ഇതാണ് ഒരു നോർമൽ ബേസിക് ആയിട്ടൊരു സിമ്പിൾ ചാട്ട് എന്ന് പറയുന്നത് കേട്ടോ. വലിയ റെസിപ്പീസ് ഒന്നല്ല ഞാൻ പറയും, നമ്മുടെ റെഗുലർ ലൈഫിൽ എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സഡ് ചാട്ടിൽ ഈ പയർ വർഗ്ഗത്തിൽ ഏറ്റവും നല്ലത്, ഈ വെജിറ്റേറിയൻകാർക്കായാലും നമ്മുടെ നോൺ വെജിറ്റേറിയൻകാർക്കായാലും ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് ഈ മിക്സഡ് ചാട്ട് എന്ന് പറയുന്നത്. അതിനിപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുപയർ, 1 ടേബിൾ സ്പൂൺ ഈ ഒരു ചിക്കി അല്ലെങ്കിൽ ചുണ്ടൽ കടല എന്ന് പറയും, രാജ്മ എന്ന് പറയും, നമുക്ക് നീളത്തിൽ കിട്ടുന്ന ഒരു ചുവന്ന പയർ, അത് 1 ടേബിൾ സ്പൂൺ എടുക്കാം. സോയാബീൻ നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഞാൻ ഒരാളുടെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, ഇതെല്ലാത്തിനും ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ നൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചേക്കാം. മോർണിംഗ് എഴുന്നേറ്റ് നിങ്ങൾക്ക് അത് തന്നെ വേണമെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കാം. നിങ്ങൾക്ക് സ്പ്രൗട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിനൊരു കോട്ടൺ തുണിയിലോട്ടോ ഫ്രൂട്ട് ബാസ്ക്കറ്റിലോട്ടോ മാറ്റിയിട്ട് ഒരു 5 to 6 അവർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു 12 അവർ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് സ്പ്രൗട്ടായിട്ട് കിട്ടും. സോ നിങ്ങൾക്കൊരു ബൾക്കായിട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഇന്നൊന്നും ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരു വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ കൊണ്ട് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് കൂടുതൽ പൾസസ് എടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ മുളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഒരു എയർ കണ്ടെയ്നറിൽ നിങ്ങൾക്ക് അടച്ചു വയ്ക്കാം. ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഏതിലാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പേഴ്സണലി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരുപാട് കുക്ക് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ എനിക്കായാലും കുഞ്ഞിനായാലും ഒക്കെ ചെയ്യുന്നത്, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ദോശയുടെ പുറത്തുകൂടെ ഞാൻ ജസ്റ്റ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെരി സിമ്പിൾ, അതിന് വേറെ ഒരു കുക്കിംഗ് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും ആ ദോശയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്പ്രൗട്ടും ആവശ്യത്തിന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയും യൂസ് ചെയ്യും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡ് കേട്ടോ. പിന്നെ നമുക്ക് ഏത് കറികളിലൂടെ, ഇപ്പോൾ തോരൻ വെക്കുവാണ്, നിങ്ങളിപ്പോൾ ഏത് വെജിറ്റബിൾ തോരനും ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് മാത്രം കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് പറയില്ല, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും. സാലഡ് കഴിക്കുകയാണ്, അപ്പോൾ സാലഡ് കഴിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, നോട്ട് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും ഈ സ്പ്രൗട്ട് ചെയ്ത പയറുവർഗ്ഗങ്ങൾ ഡയറക്റ്റ് കഴിക്കരുത് കേട്ടോ. അത് ഒരുപാട് പേർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും. അത് പണ്ടൊരു സ്റ്റഡി ആയിരുന്നു, ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ കഴിക്കണം എന്നുള്ള, പ്രഗ്നൻറ്റ് വുമണൊക്കെ പച്ചയ്ക്ക് കഴിക്കണമെന്ന്. പക്ഷേ ഈ റീസെൻ്റ് അങ്ങനെയല്ല, എപ്പോഴും നമ്മൾ സ്പ്രൗട്ട്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ടേ കഴിക്കാവൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കണമെന്നില്ല, നല്ലൊരു ഹോട്ട് വാട്ടറിൽ നിങ്ങൾക്ക് ഇതിന് 1 പിടി 2 പിടി നമുക്ക് ആവശ്യമുള്ളത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക, എന്നിട്ട് ആ വെള്ളവും കളയും. അപ്പോൾ ആ ഒരു പച്ചപ്പ് അതൊന്ന് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നോർമൽ പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസിൻ്റെ ആ ഒരു പരാതി പറയുന്നവർക്കാണ്, നിങ്ങൾ മുളപ്പിക്കുമ്പോൾ തന്നെ അതിൽ കുറേ ആ ഒരു ഇഷ്യൂ മാറിക്കിട്ടും. ഈ ഒരു പ്രോസസ്സും കൂടെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാറിക്കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട്, ഹാഫ് ബോയിൽ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് സാലഡ്സിൻ്റെ കൂടെ ഇട്ട് കഴിക്കാം. നേരത്തെ പറഞ്ഞ ചാട്ടില്ലേ, അതിനും സ്പ്രൗട്ട്സ് ആണ് ഏറ്റവും ബെറ്റർ കേട്ടോ. സോ വളരെ നല്ല രീതിയിലുള്ള സാധനങ്ങളാണ് ഈ പയറുവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ നോൺ വെജുകാർ ഒരു ചോദ്യം ചോദിക്കും, ഏതിലാണ് പ്രോട്ടീൻ കൂടുതലെന്നുള്ളത്, നോൺ വെജിലാണോ വെജിലാണോ? ഓഫ്കോഴ്സ് നോൺ വെജിലാണ് പ്രോട്ടീൻ കൂടുതൽ. കാരണം ഇപ്പോൾ ഒരു മുട്ട കഴിക്കുമ്പോൾ നമുക്ക് 6 ഗ്രാം പ്രോട്ടീൻ കിട്ടും വിത്ത് യോക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം 6 ഗ്രാം പ്രോട്ടീൻ നമുക്ക് പയറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പയർ കഴിച്ചാലും നമുക്ക് 6 ഗ്രാം കിട്ടില്ല. ഒരു ബൗൾ ഓഫ് പയർ തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും. പക്ഷേ അത് നമുക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത്രയും പയർ നമ്മൾ ഒന്നിച്ച് കഴിച്ചാൽ
ആർക്കായാലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും. സോ കമ്പൈൻ ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾ വളരെ ലക്കി പേഴ്സൺ ആണ്. കാര്യം നിങ്ങൾക്ക് വെജും കഴിക്കാം നോൺ വെജും കഴിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു 160 ഒരു 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്ന് അറിയോ? നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. സോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ഹൈറ്റൊക്കെ എത്രയാണെന്നുള്ള ഹൈറ്റും വെയിറ്റും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ BMI കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഓവർ വെയിറ്റിലാണോ ഒബീസിറ്റിയിലാണോ അത് ഹെൽത്തി റേഞ്ചിലാണോ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. സോ ഇങ്ങനെയുള്ളവർക്ക് രണ്ടും എടുക്കാം. മനസ്സിലായില്ല? അപ്പോൾ ഇതൊരു 60 ഗ്രാം പ്രോട്ടീൻ നമുക്ക് മീറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മുട്ടയിൽ 6 ഗ്രാം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു 10 മുട്ട കഴിയാൻ പറ്റുമോ? ഇല്ല. ഒരു 200 ഗ്രാം അടുപ്പിച്ച് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോഴാണ് 24 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നത്. എന്ന് വെച്ച് നമുക്ക് ചിക്കൻ 3 നേരം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെജ് നോൺ വെജ് അതുപോലെ മിൽക്കിൻ്റെ പ്രോഡക്റ്റ്സ് ആയ കേർഡ് ബട്ടർ മിൽക്ക് നട്ട്സ് ഐറ്റംസ് മഷ്റൂം പനീർ, സോ ഇതെല്ലാം നമ്മൾ ഒരുപോലെ ഒരുപാടല്ല ഒരു വീക്കിൽ നമ്മളെല്ലാം കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെജുകാർക്ക് പ്രോട്ടീൻ നന്നായിട്ട് മീറ്റ് ആവും. നോൺ വെജിനോടൊപ്പം തന്നെ ഇതും കൂടെ ആഡ് ചെയ്യുക, ഉറപ്പായിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പ്രോട്ടീൻ മീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സോയാബീനും സോയ ചങ്ക്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നോക്കി മേടിക്കാം. അയ്യോ, അപ്പോൾ പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത്രയും ചെയ്തെങ്കിൽ പൊക്കോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.